പാലക്കാട് റെയിൽവേ ഡിവിഷനുകളിൽ നിന്നും മംഗലാപുരം ഭാഗം വെട്ടിമുറിച്ച് റെയിൽവേ ബോർഡിന്റെ തീരുമാനം ഏകപക്ഷീയമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മംഗലാപുരം ജംഗ്ഷനെ മൈസൂരു ഡിവിഷനിൽ ചേർത്തതോടെ പാലക്കാട് ഡിവിഷന്റെ വരുമാനം ഗണ്യമായി കുറയും. ഇത് ഡിവിഷന്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കും. സദേൺ റെയിൽവേയിൽ ഉൾപ്പെട്ട ഒളാൾ മുതൽ മംഗലാപുരം വരെയുള്ള പ്രദേശങ്ങൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ലയിക്കുന്നതോടെ സദേൺ റെയിൽവേക്കും കേരളത്തിനും വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത്. റെയിൽവേ മന്ത്രാലയത്തിന്റെ തീരുമാനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. സംസ്ഥാനത്തെ അറിയിക്കാതെയും ചർച്ചകൾ നടത്താതെയുമാണ് തീരുമാനം പുനർപരിശോധിക്കണം. അടിയന്തരമായി പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കും. പ്രധാനമന്ത്രിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും കത്തയക്കും. സംസ്ഥാനത്തെ എംപിമാരുടെ കൂടി സഹകരണത്തോടെ കേന്ദ്ര സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തുമെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കാനുള്ള കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ തീരുമാനത്തിനെതിരെ പാലക്കാട് MP വി.കെ. ശ്രീകണ്ഠൻ. കർണാടകയിലെ BJPയെ പ്രീണിപ്പിക്കാനാണ് ഈ തീരുമാനമെന്ന് സംസ്ഥാന സർക്കാരിനെയോ ജനപ്രതിനിധികളെയോ അറിയിക്കാത്ത അർദ്ധരാത്രിയിലാണ് വിഭജന നീക്കം നടത്തിയതെന്നും വി.കെ. ശ്രീകണ്ഠൻ MP ആരോപിച്ചു. കേന്ദ്രം കേരളത്തിന് നൽകിയ ഇരുട്ടടിയാണ് പുതിയ മാറ്റം. മംഗലാപുരം മേഖലയെ ഒഴിവാക്കുന്നതോടെ ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാന ഡിവിഷനുകളിലൊന്നായ പാലക്കാടിന് വലിയ വരുമാന നഷ്ടമുണ്ടാകുമെന്നും ഇത് കേരളത്തിന്റെ റെയിൽവേ വികസനത്തെയും പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്നതിനെയും ഗുരുതരമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.